ഇന്ന് ആക്ച്വലി ബ്രൈഡൽ ഷൂട്ടല്ല, നമ്മളൊരു ഓണം ഷൂട്ടാണ് കൊടുക്കുന്നത്. ദിസ് ഇസ് ഉമ്മു കുൽസു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്രഡീഷണൽ ലുക്കാണ്. കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ട്രഡീഷണൽ ലുക്ക്. ഒരു ബ്ലൂ സാരിയാണ് വരുന്നത്. നമ്മൾ കുറച്ച് ലോട്ടസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് സീ. അതെ, ഇനിയപ്പോൾ നമ്മുടെ മേക്കപ്പ് പ്രോസസ് വഴിയേ കാണാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂഷ്വലി ഫസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ലെൻസ് ആപ്ലിക്കേഷനാണ്. ലെൻസ് വെച്ചതിന് ശേഷമാണ് ഞാൻ എപ്പോഴും മേക്കപ്പിൻ്റെ എല്ലാ പ്രോസസ്സിലേക്കും ഈവൻ സ്കിൻ പ്രെപ്പിംഗ് ആണെങ്കിൽ പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് കൈവിട്ടെ, ആ കോർണറിൽ നോക്കി, അല്ലെങ്കിൽ നോസിൻ്റെ ടിപ്പിലേക്ക് നോക്കി. ഞാൻ കൈ പിടിക്കാതിരുന്ന കണ്ണ് പെടച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ കൈ പിടിക്കാതിരുന്നത്. ഓക്കെ, എന്നാൽ ആ ടിപ്പിലേക്ക് നോക്കി, നോസിൻ്റെ. തന്നെ വെച്ചോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അതിപ്പോൾ ഹെവി മേക്കപ്പ് ആണെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും എന്താ പറയുക സെലിബ്രിറ്റി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ പോലും ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ പ്രെപ്പിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രെപ്പിങ്ങിന് ചെയ്യണത്, ഓൾറെഡി ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുള്ള ഫേസാണ് മുക്കുൾസുണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ടോണിങ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് നമ്മൾ ഫസ്റ്റ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൈയിൻ്റെ വിരലുകൾ കൊണ്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പോസിലേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ നന്നായിട്ട് അബ്സോർബ് ആവും. ഫൈനലി ഉമ്മു ഇസ് വിത്ത് മീ. ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് ഒരു അടിപൊളി ലുക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കിൻ പ്രെപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് ഇപ്പോൾ നമ്മൾ ഉമ്മുക്കുൽസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മാക്കിൻ്റെ കൺസീലർ പാലറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏത് കൺസീലർ പാലറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉമ്മുന് നമ്മൾ ഐ മേക്കപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ലിഡ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു സെമി സ്മോക്കി ഐസാണ് നമ്മളിന്ന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മുക്കുൾസ് യൂസ് ചെയ്യുന്ന സാരി ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഡാർക്ക് നേവി ബ്ലൂ കളറുള്ള സാരിയാണ്. അപ്പോൾ അതിനോട് ആപ്റ്റായിട്ടും ഒരുപാട് ലൗഡ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന പോലെ ഒരു സെമി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടർ ഐസും അതുപോലെ ലാഫ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം നമുക്കൊന്ന് പ്രെപ്പിംഗ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും അണ്ടർ ഐ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടേക്കൊന്ന് നന്നായിട്ട് പ്രെപ്പിംഗ് ചെയ്തെടുത്താൽ നമുക്ക് അണ്ടർ ഐ ലൈൻസും അതുപോലെ ലാഫ് ലൈൻസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള മോയ്സ്ചറൈസറും പ്രൈമറും ഒക്കെ നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിന് കളർ കറക്റ്റിംഗ് ആണ്. ഒരുപാട് മാർക്സും കാര്യങ്ങളൊന്നും ഉമ്മുൻ്റെ ഫേസിൽ അങ്ങനെ കാര്യമായിട്ടില്ല, ചെറിയ ചെറിയ മാർക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് കൺസീൽ ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ടാർട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ടാർട്ട് തന്നെ വേണമെന്നില്ല, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലേഴ്സൊക്കെ നമുക്ക് PACയുടെ കൺസീലർ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് നല്ല ഡാർക്ക് ഷെയ്ഡുള്ള മാർക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കൺസീലേഴ്സ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ സ്കിൻ ടോൺ ഏതാണോ അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കൺസീലർ വെച്ചിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കവർ ചെയ്ത് കളയരുത്, ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷസ് നല്ലതാണ് ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് തിക്നെസ്സിലല്ലാതെ ലൈറ്റായിട്ടുള്ള ലെയേഴ്സാണ് നമ്മൾ ഒരു സെലിബ്രിറ്റി ടൈപ്പ് ഓഫ് മേക്കപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് ലൈറ്റായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ വേണം കവറേജ് കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം ഏകദേശം ഇപ്പോൾ ഫേസ് നല്ല ഈവൻ ആയിട്ടുണ്ട്. പിന്നെ ബ്ലഷ് അതിൻ്റെ പിന്നെ കണ്ണിൻ്റെ താഴെ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ താഴെ കുറച്ചുകൂടി നമുക്ക് ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി അത് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കണമെങ്കിൽ ഒരു ബ്രൈറ്റർ ഷെയ്ഡ് കൺസീലറും കൂടി ലൈറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. വേണ്ട ദിസ് ഈസ് നൈസ്. ഓക്കെ അല്ലേ? മതി ഓക്കെയാണ്, പെർഫെക്റ്റ്. ഐബ്രോസിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, അപ്പോൾ വലിയ ഫില്ലിങ്സ് വേണ്ടല്ലോ. ഫില്ല് ചെയ്താൽ മതി രണ്ട് സൈഡിൽ. ഐബ്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ഡാർക്കാക്കി കളയരുത്. ഇപ്പോൾ അത്യാവശ്യം ഉമ്മുക്കുൽസിന് നല്ല തിക്നെസ് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് താഴെ മാത്രം ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും നമ്മൾ സെഫോറയുടെ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സാരിയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സാരി ഇന്നത്തെ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇസ് ഡൺ. ഇനി ഞങ്ങൾ ഹെയറിലോട്ട് പോവാണ്. സിമ്പിൾ ലുക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹെയർ ബ്ലോ ഡ്രൈ ഒരു ലുക്കിലാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സോ മൈ മേക്കപ്പ് ഇസ് ഡൺ. ഐ ലവ് ദി മേക്കപ്പ്. എൻ്റെ ലുക്ക് ഇസ് റിയലി ഗുഡ് ആക്ച്വലി. അതേപോലെ തന്നെ സാരിക്കനുസരിച്ച് ഞങ്ങളൊരു പൊട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. സോ യാ. അപ്പം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹെയറിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. സ്കിന്ന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഹെയറും പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ബ്ലോ ഡ്രൈ ആണ് ചെയ്യുന്നത്. നമ്മളിതിപ്പോൾ ഹോട്ട് എയർ ബ്രഷ് വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കണം. ഇതില്ലെങ്കിൽ നമുക്ക് നോർമൽ ബ്ലോ ഡ്രയർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. സോ യാ, ദിസ് ഈസ് ഫൈനൽ ലുക്ക്. മുക്കുൾസിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹെയറിൽ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ അരളിയും തുളസിയും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലവർ സെറ്റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. സോ യെസ്, നമ്മുടെ ലുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ഐ ജസ്റ്റ് ലവ് ദി ലുക്ക്. കാരണം എപ്പോഴും ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെയർ, മേക്കപ്പ്, എവറിത്തിങ്. താങ്ക് യു അഹീദിത. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കിനി ഷൂട്ടിൻ്റെ വീഡിയോസ് ഒക്കെ കാണാം. ഓക്കെ ബാ. ഓക്കെ, ഇനിയില്ല, ഇനി അങ്ങനെ നിൽക്കില്ല. അപ്പൊ സൈഡിനല്ല. ഓക്കെ, സ്റ്റാർട്ട്. ഇനിയില്ലേ